ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചോറ് വെക്കുന്ന അരിയാണ്. ചോറ് വെക്കുന്ന മട്ട അരി അല്ലാത്ത ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇതൊരു 7-8 മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കണം. കുതിർത്തി എടുത്തിട്ടുള്ള അരിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരി നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 7-8 മണിക്കൂറെങ്കിലും കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചെരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 7-8 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഒരു 8-10 എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 7-8 എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പകുതി സവാള ചേർത്താലും മതി. പിന്നെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സി ജാറിൽ 1-2 തവണയായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുക്കുമ്പോൾ നമുക്ക് അരക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം, കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം അരക്കാൻ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടിയാണ്. ബാക്കി ഒരു 2 പിടി ചെമ്മീൻ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെമ്മീൻ എടുക്കുമ്പോൾ തീരെ ചെറിയ ചെമ്മീൻ എടുക്കുക. ഇനി വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബൈറ്റിലും നമുക്ക് ചെമ്മീൻ കടിക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ചെമ്മീൻ കട്ട് ചെയ്ത് ചേർക്കുകയാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഈ മാവ് കൈ വെച്ച് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് കൈ വെച്ച് ഉരുട്ടാനുള്ളൊരു പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ അരി അരക്കുമ്പോൾ ചേർക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ടാണ് അരിപ്പൊടി ചേർക്കേണ്ടി വരിക. ഇതിപ്പോൾ നമ്മൾ കൈ വെച്ച് ഉരുട്ടാനുള്ള പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഷേപ്പൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റുന്നത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുള്ള ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ആവി കയറ്റുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ കനത്തിൽ വെച്ചാൽ ആവി കയറ്റാൻ കൂടുതൽ സമയം വേണ്ടി വരും. കുറച്ച് വട്ടത്തിലുള്ള പാത്രത്തിൽ പരത്തി വെക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് ആവി വരുന്ന ഒരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് ആവി കയറ്റിയെടുക്കാം. കാരണം കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ മതി. ഞാനിവിടെ ഒരു 25 മിനിറ്റോളം ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറിയിട്ട് നമ്മളിതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് മസാല മുക്കിയിട്ട് ഓരോ സ്നാക്കും നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതുപോലെ മസാല കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഈ മസാലയൊക്കെ എണ്ണയിലങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല മുക്കിയിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് പാനിൽ കൊള്ളുന്ന അത്രയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. മസാല ഒന്ന് ഫ്രൈ ആവുന്ന അത്രയും സമയം ഒന്ന് വെച്ചാൽ മതി. 2 സൈഡും ഫ്രൈ ആയി വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി സ്നാക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പാനിൽ വെളിച്ചെണ്ണ കുറവായിരിക്കും. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മസാല മുക്കിയിട്ടുള്ള സ്നാക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ മുളക് പൊടി ചേർക്കാതെ കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്തിട്ട് മസാല ഉണ്ടാക്കിയാലും മതി.
വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.